ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലോ ഈവനിങ് സ്നാക്കോ ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 മുട്ടയൊന്ന് പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മയണൈസ് നമ്മൾ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് നമുക്കൊരു 2 മുട്ട ഇതിൽ നിന്നും വേണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നടുകയിൽ നിന്ന് കീറി കൊടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മയണൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ തന്നെ പഞ്ചസാരയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം ഉള്ള വിനാഗിരിയാണ് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണോളം ഉള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉള്ള പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല രീതിയിൽ സ്മൂത്ത് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ നല്ല രീതിയിലൊന്ന് അരച്ച് ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹെൽത്തി മയണൈസാണ്. നമ്മളിത് വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് തന്നെ, മുട്ടയൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും പറ്റും. നല്ല ഹെൽത്തി മയണൈസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി ഇരുന്ന ആ 2 മുട്ടയില്ലേ, അതൊരു ഫോർക്കോ ഒരു തവിയോ വല്ലതും വെച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഉള്ള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പഴുത്ത തക്കാളി ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തതാണ്. നമുക്ക് സവാളയും കാട്ടി കുറച്ച് മതി തക്കാളി. പിന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 ടീസ്പൂണോളം ഉള്ള ലൈം ജ്യൂസാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മയണൈസില്ലേ, അത് മൊത്തത്തിൽ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മയണൈസിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെയുള്ള ഒരു 2 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നോർമൽ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സാൻഡ്വിച്ച് ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് നമുക്കിതിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം, വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് മറ്റേ ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ഇല്ലേ, അത് നമ്മളൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മുറിച്ച് മാറ്റി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നടുക്ക് കൂടെ ഒന്ന് മുറിച്ചെടുക്കുമ്പോൾ നമ്മളുടെ കറക്റ്റ് സാൻഡ്വിച്ചായി അടിപൊളി ടേസ്റ്റിയാണ്. ഇതേപോലെ തന്നെ കഴിക്കാൻ വേറൊരു രീതിയിലും കൂടി ഇത് നിങ്ങൾക്ക് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. അത് 2 സ്ലൈസ് ബ്രെഡും കൂടെ ഞാൻ അതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് തൂത്തെടുത്തതിന് ശേഷം നമ്മളുടെ ഫില്ലിങ് ഇതിലേക്കൊന്ന് നല്ല രീതിയിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 1 സ്ലൈസ് ചീസാണ് ഇതിൻ്റെ മേളിലേക്ക് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് മറ്റേ ബ്രെഡ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ടൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെങ്ങനെയാണ് ടോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടോസ്റ്ററാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് ടോസ്റ്റർ ഒന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് പാനിൽ വെച്ചിട്ടും ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് കൊണ്ട് തന്നെ, അതേപോലെ ഫോട്ടോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ടോസ്റ്റർ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഈ ടോസ്റ്ററിലേക്ക് ഒന്ന് ബട്ടർ ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെച്ച് വീണ്ടും ഒന്ന് റെഡിയാക്കി എടുത്താൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കണ്ടോ, 2 സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞ് നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി.
അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് ഞാൻ ആദ്യമേ കാണിച്ചതിലും കാട്ടി എനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതും ചീസ് വെച്ചതുമൊക്കെയാണ്. വെച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ നടുക്ക് കൂടെ ഒന്ന് മുറിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടോസ്റ്റഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാം. അതേപോലെ തന്നെ 4 മണിക്കൊക്കെ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു പുതിയ വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.